ആദ്യമായി തന്നെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഇങ്ങനെ വന്ന് നിന്ന് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹം തന്നതിന് എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആനി ഡേവിഡ്. ഞാൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മലപ്പുറത്ത് നിന്ന് ആലപ്പുഴ വരെ ഒറ്റയ്ക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ പിന്നെ ഞാനൊരു ദിവസം എൻ്റെ രണ്ടാമത്തെ മകനും ഭാര്യയാണ് ഈ നിൽക്കുന്നത്. ഇവൻ്റെ വിവാഹാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു നിയോഗം, ഉടമ്പടിയിലെ ഒരു നിയോഗം ഈ മോൻ്റെ വിവാഹമായിരുന്നു. അങ്ങനെ വിവാഹം ആലോചിച്ചിട്ട് പ്രപ്പോസലുകൾ ധാരാളം വരും, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ നടക്കാതെ ആയപ്പോൾ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞങ്ങളിവിടെ ആരും അന്ന് വന്നിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇത്രയും ദൂരമായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുമോ എന്നുള്ളൊരു ശങ്ക ഉണ്ടായിരുന്നു. അവസാനം ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി ഒന്ന് ആലപ്പുഴ കൃപാസനം വരെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത്, നീ എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, ധാരാളം കൊന്തെത്തിക്കുന്നുണ്ട്, മാതാവ് എല്ലായിടത്തും ഇല്ലേന്ന് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുള്ളി യെസ് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങളിങ്ങോട്ട് ആലപ്പുഴ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് പോയി. എല്ലാവരും പറയാറുണ്ട് സാക്ഷ്യത്തിൽ 3 മാസം കൊണ്ട് എല്ലാം ശരിയാവുമെന്ന്. പക്ഷേ 3 മാസം കൊണ്ട് ശരിയായില്ലെങ്കിലും പ്രാർത്ഥനയിൽ മാതാവിനെ ആശ്രയിച്ച് കൊന്ത ചൊല്ലി മാതാവിനോട് മാധ്യസ്ഥം യാചിച്ച് തന്നെ നിന്നു. 1 പത്രോസ് 5:6 പറയുന്നത് പോലെ, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അങ്ങനെയുള്ള വചനങ്ങളും ചിന്തിച്ച് നടന്നു. പിന്നെ 2024 ഡിസംബറിൽ ഇവരുടെ വിവാഹം ഉറപ്പിച്ചു. അപ്പോൾ ഈ മക്കൾക്ക് ലീവില്ലാത്തത് കൊണ്ട് അന്നേരം അത് നടത്താൻ പറ്റിയില്ല. പിന്നെ 2025 മെയ് 4 വിവാഹം നടന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഞങ്ങൾ വിചാരിച്ചതിലും വളരെ ഭംഗിയായിട്ട് ആ വിവാഹം നടന്നു. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം മാതാവിനോട് മാധ്യസ്ഥം യാചിച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ മാതാവ് സഞ്ചാരി മാതാവല്ലേ, എല്ലാ കാര്യങ്ങളും അമ്മ നോക്കി നടത്തണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഹോള്, ഡ്രസ്സ്, എന്ത് കാര്യങ്ങളിലായാലും അമ്മ മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. സഞ്ചാരി മാതാവല്ലേ, അമ്മ പ്രത്യേകം നടത്തി തരണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ മാത്രമല്ല, ഇങ്ങനെ ഒട്ടനവധി മക്കളുടെ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്കും അമ്മ പോകണേ, മാധ്യസ്ഥം യാചിക്കണേ, വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഈ മെയ് മാസത്തിലാണ് ഈ കല്യാണം നടന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം വളരെ കുറവാണ് ആവാറ്. ഒരുവിധം കേരളത്തിലൊക്കെ വേനൽക്കാല രൂക്ഷമായ കാലമാണല്ലോ. അപ്പോൾ കല്യാണത്തിന് വെള്ളം ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. മാർച്ച് മാസം മുതൽക്ക് തന്നെ നമ്മുടെ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന വെഞ്ചിരിച്ച ഉപ്പ് ഞങ്ങളുടെ കിണറ്റിലിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കിണറ്റിന് ചുറ്റും നടന്നിരുന്നു. അങ്ങനെ 7 ആഴ്ച, കല്യാണത്തിൻ്റെ മുന്നേ 7 ആഴ്ച അങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാവണേ എന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചില്ല. പിന്നെ അതേമാതിരി തന്നെ കല്യാണമാകുമ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ എല്ലാവരോടും ക്ഷണിക്കും, എല്ലാ വ്യക്തികളും വരുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ക്ഷണിച്ചവരും എല്ലാവരും നല്ല ഭംഗിയായിട്ട് കല്യാണത്തിൽ വന്ന് പങ്കെടുത്തു, സന്തോഷമായിട്ട് പിരിഞ്ഞു. വേറൊരു എൻ്റെ രോഗസൗഖ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ 2026 മാർച്ച് മാസത്തിലെ എൻ്റെ വലത് കൈയിൻ്റെ കക്ഷത്ത് നല്ല വേദന. സാധാരണ എനിക്ക് കൈ വേദന ഉണ്ടാവാറുണ്ട്, അത് കൈയിൻ്റെ റിസ്റ്റിൻ്റെ അവിടെ, മുട്ടിൻ്റെ അവിടെ മാത്രമാണ് ഉണ്ടാവാറ്. ഇത് കക്ഷത്താണ് നല്ല വേദന. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം അത് നീരിറക്കം എങ്ങനെയാവും, മാറിക്കോളെന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം അതിനേക്കാളധികം അത് കൂടി വന്നു. പക്ഷേ കൂടി വന്നിട്ട് ഞാനത് വീട്ടിൽ ആരോടും പറഞ്ഞില്ല, ഹസ്ബൻഡിനോടോ മക്കളോടോ ഒന്നും പറഞ്ഞില്ല. എന്നും സാക്ഷ്യം കേൾക്കണ പതിവുണ്ട്. രാവിലെയും വൈകിട്ടൊക്കെ 2, 3, 4 സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കും, അടുക്കളയിൽ മൊബൈൽ കൊടുന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം കേട്ട സാക്ഷ്യത്തിൽ ഒരു ലേഡി പറയുന്നുണ്ട്, കൃപാസനം മാതാവ് ഉള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം എന്ന്. അപ്പോൾ എനിക്ക് ഈ വേദനയായിട്ട് നോക്കുമ്പോൾ ഈ സെൻറ്റൻസ് തന്നെ എൻ്റെ കാതുകളിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് വന്ന് നമ്മുടെ വിശുദ്ധ തൈലെടുത്ത് അവിടെ പുരട്ടി കുരിശു വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ ഒരു അരിമ്പാറയുടെ ഒക്കെ മാതിരിയുള്ള ഒരു തടിപ്പാണ്, 2 തടിപ്പുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ ഈ തടിപ്പ് എന്നൊക്കെ കേട്ടാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് ഭയങ്കര പേടിയുള്ളതാണ്. ഒരു 20 വർഷം മുമ്പ് എനിക്കിങ്ങനെ തടിപ്പ് കണ്ടിട്ട് ബയോപ്സി ചെയ്തിട്ട് വളരെയധികം സങ്കടപ്പെട്ട് വീട്ടിലെല്ലാവരും ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു. അന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും ഉണ്ടായില്ല.
ഇപ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും പക്ഷേ ഈ ബയോപ്സി റിസൾട്ടുള്ള ആ 5 ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എൻ്റെ ഈ തടിപ്പ് നാളത്തേക്കാണ്ട് മാറ്റി തരണേ. എല്ലാവരും സാക്ഷ്യത്തിൽ പറയാറുണ്ടല്ലോ, ഒന്നുമില്ല, ഒരു പാടുമില്ലാണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കണില്ലേ. അതേമാതിരി എൻ്റെ ഈ തടിപ്പും അമ്മ മാറ്റിത്തരണം, വേദനയും മാറ്റിത്തരണം എന്ന് പറഞ്ഞ് നല്ല മനസ്സിൽ വിഷമിച്ച് തട്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് ചെയ്തത്. പിറ്റേ ദിവസത്തേക്ക് നോക്കുമ്പോൾ ആ തടിപ്പോ വേദനയോ ഒന്നും എനിക്കില്ല. മാതാവ് ചെയ്ത ഒരത്ഭുതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങളോട് എല്ലാവരോടും കൂടി പറയുന്നു. വിശുദ്ധ തൈലത്തിനും വെഞ്ചരിച്ച വസ്തുക്കൾക്കും ധാരാളം നല്ല പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ വിശ്വാസപൂർവ്വം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ല ഫലം ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേമാതിരി തന്നെ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. 2ാമത്തെ പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ ഈ എൻട്രൻസിൽ, കൃപാസനം എൻട്രൻസ് ഇങ്ങോട്ട് കടന്ന വഴിക്ക് തന്നെ നല്ലോണം മുല്ലപ്പൂവിൻ്റെ മണം നന്നായിട്ടുണ്ടായി. അപ്പം ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ നല്ല മുല്ലപ്പൂവിൻ്റെ നല്ല മണം. ഞാൻ വിചാരിച്ചു ആരെങ്കിലും മുല്ലപ്പൂ വെച്ചവരാണോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി. എൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സാക്ഷ്യത്തിൽ പറയുന്ന പോലെ അപ്പം ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ സാന്നിധ്യം തന്നെയാണ് എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയും പല പ്രാവശ്യം സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എന്നും പള്ളിയിലേക്ക് പോകുന്ന വ്യക്തിയാണ്. അതേമാതിരി അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കുമ്പസാരിക്കാറുണ്ട്. പക്ഷേ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നുള്ള ആ തോന്നലും ഒക്കെ ഉണ്ടായത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. പിന്നെ അതേമാതിരി ബൈബിള് വായിക്കാറുണ്ട്. അത് അരമണിക്കൂർ തികച്ച്, ഇപ്പോൾ അരമണിക്കൂറിന് കൂടുതലാണ്. സമയം കിട്ടുമ്പോൾ ഒരുമിച്ച് അരമണിക്കൂർ ഇരുന്ന് വായിക്കാൻ പറ്റിയില്ലെങ്കിലും 10 മിനിറ്റോ 15 മിനിറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് അരമണിക്കൂറിന് അധികം വായിക്കാറുണ്ട്. പിന്നെ അതേമാതിരി തന്നെ എൻ്റെ മൂത്ത മകൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൻ എടുത്തതിന് ശേഷം എല്ലാ മാസവും 2 കെട്ട് പത്രം വാങ്ങും, വരുത്തിക്കും. അതിലൊരു കെട്ട് അവനും 1 കെട്ട് ഞാനും കൊടുക്കും. അത് ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് അങ്ങനെയൊക്കെ നടന്നിട്ട് ആദ്യത്തെ 1-2 മാസം കൊടുക്കാനായിട്ട് എല്ലാവരും പറയണ മാതിരി ഒരു വിഷമമുണ്ടായിരുന്നു. ഞങ്ങളുടെ പള്ളിയിലാണ് കൊടുത്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻസിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പള്ളിയിൽ കൊടുക്കൽ നിർത്തി. പിന്നെ പള്ളിയിൽ കൊടുക്കാറില്ല. നല്ല ആവശ്യപ്പെട്ട് ചോദിക്കണവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. പിന്നെ അതേമാതിരി തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഏതെങ്കിലും അനാഥാലയത്തിലേക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ ഡയാലിസിസ് ചെയ്യുന്നവർക്കോ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ജപമാല മുടക്കാറില്ല, ആദ്യമല്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ജപമാല മുടക്കാനായിട്ട് ഒരിക്കലും നമുക്ക് തോന്നാറില്ല. ഈ പ്രാർത്ഥനകളൊക്കെ രാവിലത്തെയും വൈകിട്ടത്തെയും സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ചെല്ലാറുണ്ട്. ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്ക് ഓരോരുടെ ജീവിതാവസ്ഥയ്ക്ക് അനുസരിച്ച സാക്ഷ്യങ്ങൾ വരുമ്പോൾ അവർക്കത് ഞാനത് അയച്ചു കൊടുക്കും. അവരെയും കൂടി എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. ഇതാ, ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആനി ഡേവിഡ് മലപ്പുറം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവച്ച് തരികയായിരുന്നു. ഈ അമ്മയുടെ നിയോഗമെന്ന് പറയുക തൻ്റെ മകൻ്റെ വിവാഹം തന്നെയാണ്. കാരണം വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ഉടമ്പടിയിൽ സമർപ്പിച്ചപ്പോൾ, കാരണം അതിനു മുമ്പ് വരെ ഒത്തിരിയേറെ ആലോചനകൾ വന്നെങ്കിലും അത് പല രീതിയിൽ കടന്നു പോവുകയായിരുന്നു. എന്നാൽ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് അത് വിവാഹം നടക്കുകയും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ വീട്ടുവളപ്പിലെ കിണറിലെ വെള്ളത്തിൽ കാരണം വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളം പറ്റിപ്പോന്നുള്ള വലിയ ആശങ്കയെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ വിവാഹം മംഗളകരമായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ കണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണയിൽ അത് നടക്കുകയുണ്ടായി. കാരണം ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസം തന്നെയാണ് പൂർണ്ണമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്തു. കാരണം ഈ അമ്മയുടെ വാക്കുകൾ നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സാക്ഷ്യങ്ങൾ നിരവധിയായിട്ടിരുന്ന് കേൾക്കുമെന്നത്. കാരണം സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൃപാസന മാതാവുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണമെന്ന് സാക്ഷ്യത്തിൽ കേട്ടതുപോലെ തന്നെ ഉറച്ച വിശ്വാസമാണ് പരിശുദ്ധ അമ്മ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിന് ഭയപ്പെടണമെന്നുള്ളത്. അതുതന്നെയാണ് ഈ അമ്മ മുമ്പോട്ട് പോകുവാനായിട്ടുള്ള
ധൈര്യം തന്നെ കൊടുക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുകൊണ്ടാണ് തനിക്ക് ലഭിച്ച രോഗസൗഖ്യമൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള തൻ്റെ ജീവിതം തന്നെയാണ്. പൂർണ്ണമായിട്ടും ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും അമ്മ മാതാവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.